ഇതുപോലൊരു ചമ്മന്തിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരാല്ലേ ഊണ് കഴിക്കാതിരിക്കുക. ചോറിനായാലും കഞ്ഞിക്കായാലും ഒക്കെ അടിപൊളി ഒരു ചമ്മന്തിയാണ് കേട്ടോ. ഇത് ഞാൻ ഉണക്കച്ചെമ്മീനും പച്ചമാങ്ങയും പിന്നെ തേങ്ങ വറുത്തിട്ടൊക്കെയുള്ള നല്ല രുചിയും മണമൊക്കെയുള്ള നല്ല അടിപൊളി ഒരു ചമ്മന്തിയാണ്. അപ്പോൾ ഞാനിത് എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരുവിധമൊക്കെ എല്ലാവർക്കും ഇഷ്ടാവുന്ന ഒരു ചെമ്മീൻ പൊടിയും മാങ്ങയൊക്കെ കൂടിയുള്ള നല്ലൊരു ചമ്മന്തിയും കൊണ്ടാണ്. അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ കുറച്ച് തേങ്ങ ചിരകിയിട്ട് ഒരു ബൗളിലെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉണക്കി ചെമ്മീൻ പൊടിയാണ്. അത് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ ഇങ്ങനെ പിഴിഞ്ഞ് കളഞ്ഞിട്ടാണ് എടുത്തത്. എന്ന് വെച്ചാൽ അത് കടയിൽ അവിടെ ഇവിടെയൊക്കെ ഇട്ട് ഉണക്കിക്കൊണ്ടിരുന്നാവും. അപ്പോൾ നമ്മളത് നന്നായിട്ട് കഴുകണം. പിന്നെ അധികം പുളിയില്ലാതെ ഒരു മാങ്ങ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇങ്ങനെ ചെറുതായി നുറുക്കി അത് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 5-6 വറ്റൻമുളകുണ്ട്, 5-6 ചെറിയ ഉള്ളി, 2 തണ്ട് കറിവേപ്പിൻ്റെ ഇല. പിന്നെ ഉപ്പ് പാകത്തിന് ഇടാൻ വേണ്ടിയിട്ട് ഞാനത് ഉപ്പിൻ്റെ ഭരണി അങ്ങനെ തന്നെ അവിടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഉണക്കച്ചെമ്മീനും മാങ്ങയും കൂടിയൊക്കെ ചമ്മന്തി ഉണ്ടാക്കിയാലുണ്ടല്ലോ ഒന്ന് വറുത്തിട്ടൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ മണം കൊണ്ട് തന്നെ നമുക്ക് ഉണയിക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ കുഞ്ഞി വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടല്ലോ, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ ആദ്യം ഈ ഉണക്കമുളക് എന്നിട്ട് ഇട്ട് കൊടുക്കുന്നു. അതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഉണക്കമുളകൊന്ന് നന്നായിട്ട് മൂത്തുണ്ട്. ഇനി അത് ഞാനൊന്ന് കോരി വയ്ക്കുന്നു. ഇതേ എണ്ണയിലേക്ക് തന്നെ ചെറിയുള്ളിയും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കട്ടെ. ചെറിയുള്ളി ഇതന്നെ എൻ്റെ അടുത്ത് ഉള്ളു കഴിഞ്ഞിരിക്കുന്നത്. അതാണ് ഞാൻ ഇങ്ങനത്തെ ചെറിയ ഉള്ളി എടുത്തത്. ഇല്ലെങ്കിൽ 2-3 കൂടിയൊക്കെ എടുക്കായിരുന്നു. ഇല്ലാതെ കാരണമാണ് ഇതെടുത്തത്. ഇനി വാങ്ങിച്ചിട്ട് വേണം. ഇതും കൂടി ഒന്ന് വറുത്തെടുക്കാം. ഉള്ളി ഏകദേശം ഒന്ന് മൂത്തിട്ടാണ് ഉള്ളി കോരി വയ്ക്കുക. അതേ ചീനച്ചട്ടിയിലേക്ക് ഞാൻ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നു. ഇതിലേക്ക് തന്നെ ഈ കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് ഒന്ന് ഏകദേശം ഒന്ന് വരെ ഒന്ന് വറുത്തെടുക്കാം. ഇവിടെ എൻ്റെ വീട്ടിൽ എന്നും എത്ര കറി ഉണ്ടെങ്കിലും ഒരു ചമ്മന്തി നിർബന്ധം കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ഇതേപോലെയൊക്കെയുള്ള പലതരം ചമ്മന്തി ഉണ്ടാക്കും. തേങ്ങ ഒന്ന് മൂത്തുണ്ടിട്ട് ഇനി അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്നൊരു കളറിന് വേണ്ടിയാണ് കേട്ടോ. എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ്. ഇനി ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതേ ചീനച്ചട്ടിയിലേക്കും കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. ചെമ്മീനൊക്കെ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിത് ഫ്ലെയിം ഓഫാക്കുകയാണ്. ഇനി ഇതൊക്കെ കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കി വെക്കാം കേട്ടോ. ഇതൊക്കെ ചൂടാറിയേ. ഇനി ആദ്യം മിക്സിൻ്റെ ജാറിലേക്ക് ഞാൻ ഉണക്കമുളക് വറുത്തെടുത്ത ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്നാദ്യം ഒന്ന് എടുത്ത ഉണക്കമുളകൊക്കെ ഇങ്ങനെ നന്നായിട്ടൊന്ന് പൊടിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളിത് ഇങ്ങനെ അരയ്ക്കാൻ നിൽക്കാൻ പാടില്ലേ, ഒന്നിങ്ങനെ ക്രഷ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ ഈ ചെമ്മീൻ പൊടി ഇട്ട് കൊടുക്കുക. ഇതും കൂടി ഒന്ന് അടിച്ചെടുക്കുക. ചെമ്മീനും മുളകുമുളക് കൂടി നന്നായിട്ടൊന്ന് ഇങ്ങനെ പൊടിച്ചെടുത്തിട്ട് കേട്ടോ. ഇനി ഇതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കണ്ടേ.
മാങ്ങയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അതിൻ്റെ ഇനി ഇതിലേക്ക് ഞാൻ നമ്മളെ വറുത്ത് വരച്ച തേങ്ങയും കൂടി ഇട്ട് കൊടുക്കണ്ടേ. ഇനി ഈ ചെറിയ ഉള്ളി പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നടിച്ചെടുക്കാം കേട്ടോ. അല്ലാതെ അറിയാൻ പാടില്ല. ഇതിങ്ങനെ നല്ല തരിതരിപ്പോട് കൂടി വേണം ചമ്മന്തി ഒക്കെ. നന്നായി നൈസായി അരിഞ്ഞാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് പോവേ. അപ്പം ഇതും കൂടി ഒന്ന് അടിച്ചെടുക്കണ്ട്. നല്ല ചെമ്മീനും മാങ്ങയൊക്കെ കൂടി നല്ല രുചിയുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടാണ്. ഇതിന് ഈ മിക്സിൻ്റെ ജാറിന്നൊക്കെ എടുത്തിട്ട് ഇതിനൊന്നൊരു ഭംഗിയും കൂടി ആക്കി എടുക്കാം അല്ലേ. അപ്പോൾ ഞാനിതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടെ. ഞാനത് മിക്സിൻ്റെ ജാറിന്നത് ചെറിയൊരു പ്ലേറ്റിലേക്കൊക്കെ ഇട്ടിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുത്ത് മാങ്ങയും ചെമ്മീനും നല്ലൊരു കോമ്പിനേഷനല്ലേ. മാങ്ങയും ചെമ്മീൻ എന്ന് പറയുമ്പോൾ തന്നെ ഇങ്ങനെയൊരു ചമ്മന്തിയൊക്കെ ഉണ്ടായാൽ ഊണ് കഴിക്കാതെ ഒരു പോലും കഴിച്ചു പോകൂട്ടാ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബും കമൻറ്റൊക്കെ തരണട്ടാ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതിട്ടാ. താങ്ക് യു.